ശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തീർച്ചയായിട്ടും സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഞാൻ കുറച്ച് മീറ്റിങ്ങുകളിലൊക്കെ കൂടിയിരുന്നു. ഈ കൂട്ടായ്മയിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചതിൽ, ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ഈ കൂട്ടായ്മയിലൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ വളരെ പ്രത്യേകമായിട്ട് കുടുംബങ്ങളെ കുറിച്ചൊക്കെ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുടുംബം സർവ്വചരാചരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഇടമാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന, വിചിന്തനം ചെയ്യുന്ന അവസരമാണിന്ന്. വളരെ പ്രത്യേകമായിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന വചനഭാഗം ലൂക്കാ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളാണ്. അവൻ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടന്നിരുന്ന ശിശുവിനെയും കണ്ടു എന്നതാണ് വചനം. വചനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഓരോരുത്തരും കണ്ടെത്തുന്ന മിശിഹായുടെ അനുഭവങ്ങളെ കുറിച്ച് തന്നെയാണ് ഞാനും പറയാനായിട്ട് ആഗ്രഹിക്കുക. വളരെ പ്രത്യേകമായിട്ട് ഒരു അടുത്തിടയ്ക്ക് ഇറങ്ങിയ ഒരു ചലച്ചിത്രത്തില് ഇപ്രകാരം ഒരു സന്ദർഭമുണ്ട്. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹത്തിന്റെ ഭവനമില്ല, ആകെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിൽ ഇങ്ങനെ വഴിയരികിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ അടുത്തു വന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ആർ യു ഹോംലെസ്? അദ്ദേഹം ഒന്ന് ചിന്തിച്ചിട്ട് പതിയെ പറഞ്ഞു, നോ, ഐ ആം ഹൗസ്ലെസ്, ബട്ട് ഐ ആം നോട്ട് ഹോംലെസ്, ഐ ആം ഹൗസ്ലെസ്. അദ്ദേഹം പറഞ്ഞ ഈ വാക്കിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി. വളരെ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഒരു കുടുംബത്തിന്റെ ഭാഗമാണ്. ഇതിപ്പോ വൈദികരായിക്കോട്ടെ, സന്യസ്തരായിക്കോട്ടെ, അൽമാരായിക്കോട്ടെ, നമ്മളെല്ലാവരും ഒരു കുടുംബത്തിൽ നിന്ന് കടന്നു വരുന്നവരാണ്. അപ്പൊ ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിർത്തുന്ന ഒരു ഭവനമായിരിക്കണമെന്നില്ല. ഒരുപക്ഷെ നമ്മളെല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നത് നമ്മുടെ ഈ കൂട്ടായ്മ തന്നെയായിരിക്കും. ആ കൂട്ടായ്മയിലാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുക. അതിപ്പോ എത്ര കാലഘട്ടം മുന്നോട്ട് പോയാലും നമ്മൾ ഇപ്പോഴും നമ്മുടെ കുടുംബത്തിലായിരിക്കാനായിട്ട്, ഒത്തിരി സന്തോഷത്തോടു കൂടി ആയിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതിന് കാരണവും അത് തന്നെയാണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എല്ലാവരെയും സംബന്ധിച്ച് നമ്മുടെ കുടുംബം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആരും ഹോംലെസ് അല്ല. ബട്ട് നമുക്ക് ഭവനം ഉണ്ടായിക്കോട്ടെ, ഭവനം ഇല്ലാത്തവരായിക്കോട്ടെ, ആരും ആയാലും നമ്മുടെ കുടുംബം തന്നെയാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത്, നമ്മളെല്ലാവരെയും വളർത്തുന്നതും നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നതും ഒക്കെ നമ്മുടെ കുടുംബങ്ങൾ തന്നെയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ സർവ്വചരാചരങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബത്തെ നമ്മൾ കാണുക, എനിക്ക് തോന്നുന്നു നമ്മൾ ആദത്തിന്റെയും ഹവ്വയുടെയും ജീവിതത്തിലാണ് സർവ്വചരാചരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബം. പഴയ നിയമ ചരിത്രത്തിൽ സർവശക്തനായ ദൈവം എല്ലാവർക്കും സൃഷ്ടികർമ്മത്തിലൂടെ രൂപം കൊടുക്കുകയാണ്. ഏറ്റവും അവസാനം മനുഷ്യന് രൂപം കൊടുത്ത് അവനെ ഒരു കുടുംബമാക്കി മാറ്റുകയാണ്. കുടുംബമാക്കി മാറ്റി വളരെ മനോഹരമായ അവൻ പറുദീസയില് വിഹരിക്കുന്നു. അവന്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ പറുദീസയിൽ ദൈവം ക്രമീകരിച്ചതാണ്. ദൈവത്തോടു കൂടി വസിക്കാൻ അവസരം കിട്ടിയവരാണ് ആദവും ഹവ്വയും. സത്യം പറഞ്ഞ ഐഡിയൽ ആയിട്ടുള്ള ഒരു ജീവിതത്തിന് ഏറ്റവും വലിയ മാതൃക നമുക്ക് പറയാനായിട്ട് സാധിക്കുക ആദവും ഹവ്വയും ജീവിച്ച ജീവിതമാണ്. ദൈവത്തോടൊപ്പം നടന്ന് ആസ്വദിച്ച് ഏറ്റവും സന്തോഷത്തോടു കൂടി ആയിരുന്ന അവസരം ആദത്തിനും ഹവ്വയ്ക്കും സംജാതമായതാണ്. ആ ജീവിതത്തില് ഏറ്റവും വലിയ പ്രതിസന്ധി സംഭവിച്ചത് അവര് പാപം ചെയ്തപ്പോഴാണ്. പാപം ചെയ്തപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന തകർച്ചയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒന്നാമത്തെ കാര്യം, ദൈവം വന്നിട്ട് ചോദിക്കുകയാണ്, ആദം നീ എവിടെയാണ്, എന്താണ് സംഭവിച്ചതെന്ന് ആദത്തോടാണ് ചോദിക്കുന്നത്. അപ്പൊ ആദം പറയുന്ന ഒരു മറുപടി ഉണ്ട്, നീ എനിക്ക് തന്ന സ്ത്രീ എനിക്ക് പഴം തന്നു, ഞാൻ തിന്നു, അങ്ങനെ പാപം ചെയ്തു എന്ന് പറഞ്ഞ് ആദം ഹവ്വയെ പഴിചാരുകയാണ്. ആദത്തിനോടുള്ള ചോദ്യത്തിന് ശേഷം ദൈവം ചോദിക്കുന്നത് ഹവ്വയോടാണ്. ഹവ്വ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഹവ്വ പറയും, എന്നെ ഈ പാമ്പ് ചതിച്ചതാണ്, പാമ്പ് ചതിച്ചതുകൊണ്ടാണ് ഞാൻ പാപം ചെയ്തത് എന്ന് ഹവ്വ പറയുകയാണ്. അങ്ങനെ പരസ്പരം പഴിചാരുന്ന ഒരു കുടുംബ ബന്ധമായിട്ട് ആദ്യത്തെ കുടുംബ ബന്ധം തകർന്നു പോവുകയാണ്. ദൈവം സ്ഥാപിച്ച കുടുംബമാണ്, ഏറ്റവും മനോഹരമായ കുടുംബമാണ്. ഈ ലോകത്തിന് തന്നെ ഏറ്റവും വലിയ അവസരം, ദൈവത്തോടു കൂടി ജീവിക്കാൻ അവസരം കിട്ടിയവരായിരുന്നു ആദവും ഹവ്വയും. എന്നിട്ടും അവരുടെ ജീവിതത്തിൽ തകർന്നു പോവുകയാണ്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോ അവര് പരസ്പരം പഴിചാരുന്നവരായി. മനുഷ്യനും ദൈവം തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു, മനുഷ്യനും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത എല്ലാ സൗഭാഗ്യങ്ങളും ഒരു നിമിഷം പാപം നഷ്ടപ്പെട്ടു പോവുകയാണ്. മനോഹരമായ ഈ കുടുംബ ജീവിതം തകർന്നു. നിയമചിത്രത്തിൽ നിന്നും
കുടുംബത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ കുടുംബത്തിന്റെ നാഥൻ യോസേപ്പ് പിതാവാണ്. അതിന്റെ ആ കുടുംബത്തിന്റെ പരിശുദ്ധ അമ്മയാണ്. ആ കുടുംബത്തിൽ കുഞ്ഞായിട്ട് പിറക്കുന്നത് ദൈവപുത്രനാണ്. ഈ കുഞ്ഞ് പിറക്കുന്നത് മാലാഖ വന്നിട്ട് പറയാണ്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന കുഞ്ഞാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പരിശുദ്ധ അമ്മ ഏറ്റവും സന്തോഷത്തോടെ ഈ കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാണ്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഏതാനും വെല്ലുവിളികളുണ്ട്. വിവാഹ ജീവിതത്തിന് മുമ്പ് ഒരു സ്ത്രീ ഗർഭം ധരിച്ച് കാണപ്പെടുകയാണെങ്കിൽ യഹൂദ പ്രകാരം അവൾ കല്ലെറിയപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യേണ്ടവളാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ചെറിയ യഹൂദ പെൺകുട്ടി, ചെറിയൊരു പെൺകുട്ടി, അവൾ ഭർത്താവുമൊത്ത് വസിക്കുന്നതിന് മുമ്പ് ഗർഭം ധരിക്കുന്നതായിട്ട് കാണുകയാണ്. അവളുടെ മുൻപിലുള്ള ഒരു ഓപ്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞവരാണ്. ഇവർക്ക് സാമൂഹ്യമായി യഥാർത്ഥത്തിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഇവർക്കുണ്ട്. പക്ഷേ എന്നിരുന്നാലും മറിയത്തിന് വേണമെങ്കിൽ പറയാം, യോസേപ്പ് പിതാവിനോടൊപ്പം ഞാൻ വിവാഹ ബന്ധത്തിന് ഏർപ്പെട്ടവരാണ്, ഞങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. സ്വാഭാവികമായും ഏതൊരു കുടുംബത്തിനും അവകാശമുള്ളതുപോലെ ഞാൻ ഗർഭിണിയായി എന്ന് വേണമെങ്കിൽ മറിയത്തിന് അവകാശവാദം ഉന്നയിക്കാം. പക്ഷേ മറിയം തിരുവചനത്തിന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അവൾ നിശബ്ദയായി ഏത് വെല്ലുവിളിയെയും ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവുകയാണ്. യൂസേപ്പിന്റെ പേരിന് കളങ്കം വരുത്താതെ അവൾ നിശബ്ദയായി എല്ലാം ദൈവത്തെ പ്രതി സഹിക്കാനായിട്ട് തയ്യാറാവുകയാണ്. ഇനി യൂസേപ്പിന്റെ ജീവിതം ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. യൂസേപ്പ് കാണുന്നത് മറിയം ഗർഭിണിയായിട്ട് കാണപ്പെടുന്നു. ഇനി യൂസേപ്പിന് മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്, രണ്ട് വഴികൾ. ഒന്നാമത്തെ വഴി ഈ ശിശുവിനെ ഏറ്റെടുത്ത് പിതാവായിട്ട് തുടരുക, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം രണ്ടാമത്തെ വഴി മറിയം പാപം ചെയ്തു എന്ന് പറഞ്ഞ് ഈ ലോകത്തിന് മുൻപിലേക്ക് മറിയത്തെ വിട്ടുകൊടുത്തിട്ട് തന്റെ ജീവിതവും പേരും അഭിമാനവും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിന് ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുക എന്നുള്ളതാണ് യൂസഫിന്റെ മുമ്പിലെ രണ്ടാമത്തെ ഓപ്ഷൻ. ആദ്യത്തെ ഓപ്ഷനിൽ യൂസേപ്പിന് വേണമെങ്കിൽ ഒളിച്ച് ഓടിപ്പോയി കഴിയുമ്പോൾ യൂസേപ്പിന്റെ ജീവിതത്തിൽ സംഭവിക്കുക, യൂസേപ്പ് കുറ്റക്കാരനായി തീരും, മറിയം രക്ഷപ്പെടും. പക്ഷേ യൂസേപ്പ് എല്ലാവരുടെയും മുമ്പിൽ അപമാനിതനായിട്ട് നാട് വിടേണ്ടതായിട്ട് വരും. അപ്പൊ ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് മുൻപിൽ നിൽക്കുന്ന യോസേപ്പ് പിതാവ് തിരഞ്ഞെടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ദൈവത്തിന്റെ ഇടപെടലുകൊണ്ടാണ്. മറിയത്തെ ഭാര്യയായിട്ട് സ്വീകരിക്കാനായിട്ട് യോസേപ്പ് പിതാവ് തയ്യാറാകുകയാണ്. ഒപ്പം മറിയത്തെ നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. യോസേപ്പ് പിതാവ് എടുക്കുന്ന ഏറ്റവും ശക്തമായ ഒരു തീരുമാനം മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാമെന്നുള്ളതാണ്. മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കുമ്പോഴുള്ള പ്രശ്നം, മറിയം വിശുദ്ധയാണെന്നും മറിയത്തിന് കളങ്കമില്ലെന്നും താൻ കുറ്റക്കാരനാണെന്നും യോസേപ്പ് ഈ ലോകത്തിന് മുൻപിലേക്ക് വിളിച്ചു പറയുന്ന അവസരമായിട്ട് അത് മാറുകയും ചെയ്യും. നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ആദ്യത്തെ മാതാപിതാക്കൾ ആദവും ഹവ്വയും അവര് കുറ്റം ചെയ്തവരാണ്, പാപം ചെയ്തവരാണ്. ഈ പാപം ചെയ്തിട്ടും അവരെന്ത് ചെയ്യുന്നു? പരസ്പരം പഴിചാരുന്നവരായിട്ടാണ് നമ്മൾ കാണുക. ഇനി പുതിയ നിയമത്തിൽ ദൈവം സ്ഥാപിച്ച രണ്ടാമത്തെ കുടുംബത്തിന്റെ പ്രത്യേകത, ഇവര് പരസ്പരം പഴിചാരുന്നവരല്ല, മറിച്ച് ഈ പാപത്തെ സ്വന്തം ശിരസിലേക്ക് ഏറ്റെടുത്ത് സ്വന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാനായിട്ട് തയ്യാറാകുന്നവരായിട്ട് ഈ രണ്ടാമത്തെ കുടുംബം മാറുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സവിശേഷത ഇത് തന്നെയാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിട്ട് പോകാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചിലപ്പോ ഒരുപക്ഷെ ഈ പഴിചാരലാണ്. തെറ്റ് ആരുടെ ഭാഗത്താണ്? പലപ്പോഴും നമ്മള് യോസേപ്പിന്റെയും മറിയത്തിന്റെയും ജീവിതത്തിൽ കാണും, സ്വയം കുറ്റക്കാരനായിട്ട് ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുപോലെ മറിയം ഏറ്റെടുത്തതുപോലെ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ നമ്മുടെ അമ്മമാർക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാന്റെ ഇടപെടലുകൾ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ പരസ്പരം പഴിചാരാതെ പരസ്പരം ഏറ്റെടുക്കുന്നവരാണ്. പരസ്പരം ബലഹീനതകളെ ഏറ്റെടുക്കാൻ, പോരായ്മകളെ ഏറ്റെടുക്കാൻ, കുറവുകളെയും പോരായ്മകളെയും ഒക്കെ ക്ഷമയോടെ സഹിക്കാനുള്ള ഒരു കൃപാവരത്തിന് വേണ്ടി വളരെ പ്രത്യേകമായിട്ട് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട അവസരം കടന്നു വന്നിരിക്കുകയാണെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. ഈ അടുത്തിടയ്ക്ക് തച്ചൻ എന്ന് പറഞ്ഞ ഒരു നാടകം കാണാനായിട്ടിടയായി. നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗം എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് മറിയത്തിന്റെയും യൂസേപ്പിന്റെയും മനോഭാവങ്ങളെ അവതരിപ്പിച്ച രംഗമാണ്. ഒന്നാമത്തെ മനോഭാവം യൂസേപ്പിൻ്റെതായിരുന്നു. യൂസേപ്പ് ഇപ്രകാരമാണ്, ഒരു തച്ചനാണ് അദ്ദേഹം.
അദ്ദേഹം ഇങ്ങനെ മിനുക്ക് പണികളൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം യഹൂദ വംശം മുഴുവൻ ഇങ്ങനെ മിശിഹായെ പ്രതീക്ഷിക്കുകയാണ്. ആരായിരിക്കും മിശിഹായിക്ക് അപ്പനാകുക അമ്മയാകുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യോസേപ്പ്, തച്ച് പണിക്കാരനായ യോസേപ്പ് ഇങ്ങനെ തന്റെ ജോലി തിരക്കിനിടയിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇങ്ങനെ ഉണ്ണി മിശിഹ ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ഉണ്ണി മിശിഹായിക്ക് ഒരു പുൽക്കൂട്, ഒരു തൊട്ടിലുണ്ടാക്കി കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഇദ്ദേഹം മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. അതുപോലെ മറിയത്തിന്റെ ജീവിതത്തിലുണ്ട് അതുപോലെ ഒരു രംഗം. മറിയം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഉണ്ണി മിശിഹ വന്നു പിറക്കുമ്പോൾ ആ ഉണ്ണി മിശിഹായിക്ക് ജന്മം കൊടുക്കുന്ന അമ്മയ്ക്ക് ശുശ്രൂഷ നൽകാനായിട്ട് എനിക്ക് അവസരം നൽകണമേ എന്നാണ് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന. ഇങ്ങനെ ഈ രണ്ടുപേരുടെയും പ്രാർത്ഥന അവതരിപ്പിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഓടി വന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഈ തിരുക്കുടുംബത്തിന്റെ ജീവിതം പോലെ ഏറ്റവും എളിമയുള്ള ഒരു ജീവിതമാക്കി മാറ്റാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം എന്ന് തന്നെയാണ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിവർത്തനപ്പെടുത്താൻ, തിരുക്കുടുംബം പോലെ വിശുദ്ധിയുള്ള ജീവിതത്തിന് രൂപം കൊടുക്കാൻ, നമ്മുടെ കുടുംബങ്ങളും തിരുക്കുടുംബത്തിന്റെ വലിയ മാതൃകകളായി മാറാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഉയർത്താം. വളരെ പ്രത്യേകമായിട്ട് പിറവി തിരുനാളിന് ഒരുങ്ങുന്ന നമ്മൾ തമ്പുരാനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ, ഏറ്റവും വിശുദ്ധിയിൽ നമ്മുടെ ഹൃദയത്തിൽ തമ്പുരാൻ വന്ന് പിറക്കാനായിട്ടുള്ള അവസരം ഒരുക്കാൻ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ വിശുദ്ധമാകട്ടെ, നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. ഹോളി ഹോം മിഷന് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾ ആരംഭിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആരംഭിച്ചിട്ടുള്ള എല്ലാ കുടുംബ ബന്ധങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ആരംഭിക്കുന്ന എല്ലാ മിഷനെയും തമ്പുരാന്റെ വലിയ സാന്നിധ്യം കൊണ്ട്, തിരുക്കുടുംബത്തിന്റെ സംരക്ഷണം കൊണ്ട് വിശുദ്ധീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വരാനിരിക്കുന്ന പിറവി തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും ആശംസിക്കുന്നു. നമുക്ക് ഒന്നിച്ചു ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം, തമ്പുരാന്റെ തിരുസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്താം. ദൈവമേ, കാരുണ്യവാനായ ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ പിറവിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് വന്ന് പിറക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. തിരുക്കുടുംബം പോലെ പരസ്പരം സ്നേഹത്തില് വളരുന്ന, പരസ്പരം ബലഹീനതകളെ ഏറ്റെടുക്കുന്ന, പോരായ്മകളെ ഏറ്റെടുക്കുന്ന കുടുംബ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുവാനായിട്ട്, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ തിരുക്കുടുംബം പോലെ വിശുദ്ധമാകാനായിട്ട് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉണ്ണി മിശിഹ തിരുക്കുടുംബത്തിൽ വളർന്നു വന്നതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ വിശുദ്ധിയോടെ വളർന്നു വരുവാൻ ഞങ്ങളുടെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ച് അങ്ങ് നൈർമല്യത്തോടെ കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും ജീവിത നിയോഗങ്ങളെയും തമ്പുരാനെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആശീർവാദം നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സംസർഗവും നാം എല്ലാവരോടും, നമ്മുടെ കുടുംബങ്ങളോടും, നമ്മുടെ കുഞ്ഞുങ്ങളോടും, ഹോളി ഹോം മിഷനോടും, നമ്മുടെ ജീവിത നിയോഗങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.